കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ലോകത്തും വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യ രാജ്യത്ത് 98% ക്രിസ്ത്യാനികളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ അറിഞ്ഞാണ്. ഒരു സംസ്ഥാനത്തും 98% ക്രിസ്ത്യാനികളില്ല, നാഗാലാൻഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പ്രദേശത്തുള്ള ആളുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും സൗഹാർദ്ദത്തോടും കൂടിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വിനീതമായ അപേക്ഷയുള്ളത്, ഈ സഭ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും, ഏത് മതമായാലും, ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആരും സമ്മാനം കൊടുത്തതല്ല. ഭരണഘടനാപരമായി ഓരോരുത്തർക്കുമുള്ള അംഗീകാരം ചോദ്യം ചെയ്യാൻ ഭൂലോകത്ത് ജീവിക്കുന്ന വേറൊരു വ്യക്തിക്ക് അധികാരമില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ വേറെ സഭകളുണ്ട്. ഹിന്ദു മതമുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാർസികളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അവരുടെ ആശയങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായി കൊണ്ടു നടക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യാൻ ആർക്കും ഭരണഘടന അധികാരം കൊടുത്തിട്ടില്ല. ഇത് ആരുടെയും സമ്മാനമായി കിട്ടിയതല്ല, നമ്മളുടെ അവകാശമാണ്. ആ അവകാശം കൊണ്ടു നടക്കുന്നതിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് എന്തിനു ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശം ചോദിക്കുന്നവർക്കുമുണ്ട്. അടുത്തതായി ഈ അനുമോദന സമ്മേളനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് കോട്ടയം ജ്ഞാനായ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മുലക്കാട് തിരുമേനി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുക. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഈ സഭയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു സുദിനമാണ് 7 മേലധ്യക്ഷന്മാരെ ഒന്നിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദിവസം. പരിശുദ്ധ സഭയെ നയിക്കുവാനും ഈ ദീർഘമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും ഇവിടെ അകന്നായിരിക്കുന്ന എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസിന് ഇടവക ട്രസ്റ്റി ശ്രീ VT മർക്കോസ് വന്നല ഒരു ഉപഹാരം സമ്മാനിക്കുകയാണ്. പരിശുദ്ധ ബാബ തിരുമേനിക്ക് നമ്മുടെ സ്നേഹാദരവുകളോട് ഉപഹാരം സമ്മാനിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട നാഗാലാൻഡ് ഗവർണർ ശ്രീ K. ശങ്കർനാഥൻ അവരുടെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ്. ഇടവകയ്ക്കുള്ളായ ഉപഹാരം ഇടവക ട്രസ്റ്റി ഡോക്ടർ ജോർജ് P. തോമസ് പെരിഞ്ചേരിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമ്മാനിക്കുന്നു. അനുമോദന സമ്മേളനത്തിൽ ആശംസ അറിയിക്കുന്നതിനായി മാർത്തോമാ സഭയുടെ കോട്ടയം കൊച്ചി ബദ്രാസൻ എപ്പിസ്കോപ്പ അഭിനന്ദനായ ഡോക്ടർ യുവാക്കി മാർ കുറിലോസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. മലങ്കര സഭ അതിലേറെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിമിഷങ്ങൾ. ആഗമന സഭയ്ക്ക് 7 മേൽപ്പെട്ടക്കാരെ ദൈവം തമ്പുരാൻ ദാനമായി തന്ന നിമിഷങ്ങൾ. ആ സന്തോഷത്തിൽ മാർത്തോമാ സഭയും പങ്കുചേരുകയും ആശംസകൾ, പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഈ സുവർണ നിമിഷത്തിൽ 7 മെത്രാന്മാരെ വാഴിച്ച ഈ ധന്യ നിമിഷത്തിൽ ദൃക്സാക്ഷിയാകുവാൻ, അതിൽ പങ്കാളിയാകുവാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ അത്യധികമായ
നമ്മളെല്ലാം സാക്ഷിയായിരിക്കുക. ഈ ധന്യമുഹൂർത്തം ഈ പുതുപ്പള്ളി പള്ളി അങ്കണത്തിൽ വെച്ച് നടക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഈ നാട്ടുകാർക്കെല്ലാം അങ്ങേയറ്റത്തെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ ഇടവക അംഗം എന്ന നിലയിൽ, ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ആ സന്തോഷവും അഭിമാനവും ഞാൻ ഇവിടെ പങ്കിടുകയാണ്. ഇന്ന് സഭയ്ക്ക് ലഭിച്ച 7 തിരുമേനിമാർ സഭയ്ക്കും സമൂഹത്തിനും ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ സംശയമില്ല. ഇവർ 7 പേരും അവരുടെ കഴിഞ്ഞകാല ജീവിതം സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ച മേഖലകളിലൊക്കെ ചെയ്തിട്ടുള്ള സംഭാവനകൾ നമ്മളിന്ന് എല്ലാവരും അനുസ്മരിക്കുന്നു. അഭിവന്ദ്യനായ യുഹാനോന്മാർ പോളികാർപ്പസ് തിരുമേനി, അഭിവന്ദ്യനായ മാത്യൂസ് മാർ ദേവദീസസ് തിരുമേനി, അഭിവന്ദ്യനായ ജോസഫ് മാർ ദിവന്യാസോസ് തിരുമേനി, അഭിവന്ദ്യനായ എബ്രഹാം മാർ എപ്പിപ്പാനോസ് തിരുമേനി, അഭിവന്ദ്യനായ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, അഭിവന്ദ്യനായ അലക്സിയോസ് മാർ ഔസിയബിയസ് തിരുമേനി, അഭിവന്ദ്യനായ യുഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനി, ഇവർക്ക് 7 പേർക്കും എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇന്ന് നിങ്ങളുടെ കൂടെ എല്ലാം ഞാനും ഈ സഭയുടെ ഒരു എളിയ ജോലിക്കാരനായ അൽമായ ട്രസ്റ്റിയായ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1953 ആദ്യമായി സഭയ്ക്ക് 5 തിരുമേനിമാരുണ്ടായത്. അതൊരു റവല്യൂഷൻ തന്നെയാണ്. അത് അര സെഞ്ചുറിക്ക് മുകളിൽ ഉള്ള ഒരു കാലയളവിലാണ്. ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സഭയിലോ മറ്റേതെങ്കിലും സഭയിൽ ഇങ്ങനെ ഒരു വലിയ അതിശയകരമായ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്കൊറ്റ വാക്കേ പറയാനുള്ളൂ. ഈ തിരുമേനിമാർ സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകും ഉള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. വരും തലമുറ, യുവതലമുറ ഇന്ന് ഉള്ള ആളുകളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ഈ തിരുമേനിമാരെടുക്കുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ദൗർലഭ്യം കൊണ്ട് ഇനി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. 7 തിരുമേനിമാർക്കും അവരുടെ പേര് പറഞ്ഞാൽ സമയം പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഈ 7 തിരുമേനിമാർക്കും എല്ലാ വിധത്തിലുള്ള ദൈവകൃപയും അനുഗ്രഹങ്ങളും ദൈവം ചൊരിയട്ടെ. സഭയിൽ ഇവർ ഒരു വലിയ പ്രവർത്തനം കാഴ്ചവെക്കട്ടെ. അവരെ ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പുതിയ മെത്രാപ്പൊലീത്തമാർക്ക് സഭ നൽകുന്ന സമ്മാനം, മെത്രാപ്പൊലീത്തമാർക്കുള്ള ഔദ്യോഗിക വാഹനം ലാൻഡ് സർക്കാർ ഇവിടെ പരിശുദ്ധ ബാബ തിരുമേനി അവർക്ക് സമ്മാനിക്കുകയാണ്. ലാൻഡ് സർക്കാരിൻ്റെ താക്കോൽ സ്വീകരിക്കുന്നതിനായി മെത്രാപ്പൊലീത്തമാരെ ഓരോരുത്തരെ ക്ഷണിക്കുന്നു. വെളിച്ചമുള്ള പാതകളിലൂടെ സഭയെ നയിക്കുവാൻ ഇവർക്ക് പ്രാപ്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താക്കോൽ പരിശുദ്ധ ബാബ തിരുമേനി സമ്മാനിക്കുന്നു. സ്വീകരിക്കുന്നതിനായി അഭിവന്ദ്യ യുഹാനന്മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യ മാത്യൂസ് മാർ തേവദോസിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യ അലക്സിയോസ് മാർ യൗസബിയോസ് മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യ യുഹാനന്മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത. സഭയെ മുൻപോട്ട് നയിക്കുവാൻ ഇവരുടെ കരങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടയം ഇടവകയുടെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് പുതുപ്പള്ളി പള്ളി സഹവികാരി ഫാദർ കുര്യനൂദ് കണ്ണന്തിരുത്തൽ ഉപഹാരം സമ്മാനിക്കുന്നു. ഈ സ്ഥാനാഭിഷേക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ടതായ ചുക്കാൻ പിടിക്കുകയും ചെയ്ത മലങ്കര സഭയുടെ അഭിമാനമായ നിയുക്ത കാതോലിക്ക അഭിമന്യ പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് പുതുപ്പള്ളി പള്ളി വികാരി ഫാദർ സി ജോൺ ചേർത്തലാട്ട് ഉപഹാരം സമ്മാനിക്കുന്നു. അഭിമന്യ നിയുക്ത കാതോലിക്ക ബാബായ്ക്കുള്ള ഉപഹാരം. അഭിമന്യ മാത്യൂസ് മാർ സേവറിയോസ് തിരുമനസ് സുനോദോ സെക്രട്ടറി തിരുമേനി നിരവധി പ്രാവശ്യം ഈ വേദിയിൽ വരികയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ തിരുമേനിക്കുള്ള ഉപഹാരം
സഹവികാരി റവർ ഫാദർ വർഗീസ് ജേക്കബ് സമ്മാനിക്കുന്നു. നവാഭിഷിക്തരായ എപ്പിസ്കോപ്പ് മെത്രാപ്പൊലീത്തമാർക്ക് പുതുപ്പള്ളി പള്ളി ഇടവകയുടെ ഉപഹാരം സമ്മാനിക്കുകയാണ്. അഭിനന്ദ യൂഹന്നാൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ഇടവക സെക്രട്ടറി ടി കെ ഫിലിപ്പോസ് പോട്ടക്കാവിൽ. അഭിനന്ദ മാത്യൂസ് മാർ ദേവദ്യോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ഇടവക കമ്മിറ്റി അംഗം ശ്രീ കുര്യൻ തമ്പി പോട്ടക്കാവിലിൽ. അഭിനന്ദ ജോസഫ് മാർ ദീവന്യാസിസ് മെത്രാപ്പൊലീത്തയ്ക്ക് കമ്മിറ്റി അംഗം ശ്രീ പി പി ഫിലിപ്പ് ഒന്നരപ്പിടിയിൽ. അഭിനന്ദ ഏബ്രഹാം മാർ എപ്പിപ്പാനിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ഇടവക കമ്മിറ്റി അംഗം ശ്രീ വിൻസി മാത്യു കൊണ്ടോടിക്കൽ. അഭിനന്ദ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് കമ്മിറ്റി അംഗം ശ്രീ കെ ജെ ഫിലിപ്പോസ് കുളങ്ങര. അഭിനന്ദ അലക്സിയോസ് മാർ യൂസബിയസ് മെത്രാപ്പൊലീത്തയ്ക്ക് ശ്രീ ഉമ്മൻ കെയ്യപ്പൻ കൊച്ചുപാറാട്ട് കമ്മിറ്റി അംഗം. അഭിനന്ദ യൂഹാനൻ മാർ ദിയോസ്കോസ് മെത്രാപ്പൊലീത്തയ്ക്ക് ശ്രീ ജോർജ് കെ ഫിലിപ്പ് കക്കാട് കരോട്ട് കമ്മിറ്റി അംഗം. നവാഭിഷിക്തരായ 7 മെത്രാപ്പൊലീത്തമാർക്ക് വേണ്ടി ഇപ്പോൾ അഭിനന്ദ യൂഹാനൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് നന്ദി മറുപടി പ്രസംഗം നൽകുന്നതാണ്. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, സഭയുടെ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ബാവ തിരുമേനി, സഭയുടെ മാനസപുത്രനും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾ, അഭിമന്യരായ പിതാക്കന്മാരെ, സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട ശമ്മാശന്മാരെ, വിശ്വാസികളുടെ സമൂഹമേ, സ്നേഹമുള്ളവരെ, എന്ത്, എങ്ങനെ, എവിടെ തുടങ്ങണമെന്ന് അറിയാൻ മേല. മലങ്കര സഭ അതിൻ്റെ സൗന്ദര്യം അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. വിശുദ്ധ വേദപുസ്തക പ്രകാരം പൂർണ്ണതയുടെ സംഖ്യയായ 7 എന്ന അക്കത്തിൽ തന്നെ 7 പേരെ സഭയുടെ മെത്രാപ്പൊലീത്തന്മാരായി അഭിഷിക്തരാക്കിയിരിക്കുന്നതായി സമയം സഭ അതിൻ്റെ സൗന്ദര്യത്തിലും നിറവിലും ശോഭിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായി യാതൊരു പ്രയാസവുമില്ല. സമയചുരുക്കം മൂലം ഞാൻ ഒറ്റവാക്കിൽ ഞങ്ങൾ 7 പേരെയും പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളുടെ ബലഹീനതയിൽ നിന്ന് ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. എല്ലാറ്റിനുമുപരി ആദ്യമായി പരമകാരുണ്യവാനായ ത്രിയേക ദൈവത്തിന് ഞങ്ങളുടെ നന്ദിയും സ്തോത്രവും എല്ലാം ദേഹവും ദേഹിയും ആത്മാവും സഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സമയത്ത് സമർപ്പിച്ചു കൊള്ളട്ടെ. പരിശുദ്ധ ദൈവമാതാവും സഭയുടെ കാൽപിതാവായിരിക്കുന്ന പരിശുദ്ധനായ മാർത്തോമാസ് ലിഹായും ഈ ഇടവയുടെ കാൽപിതാവായിരിക്കുന്ന പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹോദായും മലങ്കര സഭയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്നാസിയോസും സഭയുടെ എല്ലാ വിശുദ്ധന്മാരും ശുദ്ധിമതികളും സഭയ്ക്കും നമുക്ക് ഏവർക്കും മധ്യസ്ഥരായി നിന്നുകൊണ്ട് ദൈവസഭയിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി നമുക്ക് അവരുടെ അദൃശ്യമായ മധ്യസ്ഥതയ്ക്ക് മുൻപാകെ നന്ദിയും സ്നേഹവും പ്രത്യേകമായി സമർപ്പിക്കാം. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാബ തിരുമേനിക്കും തിരുമേനിയോടൊപ്പം സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് അംഗങ്ങൾക്കും ഞങ്ങൾ 7 പേരും അവരുടെ സ്നേഹത്തിന് മുൻപാകെ നന്ദി, സ്നേഹം പൂച്ചെണ്ടുകളായി സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ പ്രാവശ്യത്തെ മെത്രാൻ തെരഞ്ഞെടുപ്പും. പുതുപ്പള്ളി വലിയ പള്ളി മലങ്കര സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു മകുടത്തിൽ തൂവലായി മാറിയിരിക്കുന്നു. മെത്രാൻ
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ ഇന്നയോളം രാപകൽ ഭേദമില്ലാതെ അധ്വാനിച്ച് ഈ ശുശ്രൂഷ ചടങ്ങുകൾ അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോൺ സി ചിറത്തലാട്ടച്ഛനും ബഹുമാനപ്പെട്ട കുര്യൻ ഉതുപ്പച്ഛനും വർഗീസ് ജേക്കബ് അച്ഛനും സഹവികാരിമാരായ 2 വൈദികരും അവരോട് ചേർന്ന് ഇടവകയുടെ ട്രസ്റ്റിമാരും ഇടവകയുടെ സെക്രട്ടറിയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഈ ഇടവകയുടെ ആധ്യാത്മിക പ്രവർത്തകരും വിശ്വാസികളും പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്, അനുഭവിച്ചതാണ്. അവരുടെ സ്നേഹത്തിന്, സഭയ്ക്ക് അവർ നൽകിയതായ സമ്മാനത്തിന് ഹൃദയം തുറന്നതായ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ആർക്കെങ്കിലും ഈ അവസരത്തിൽ നന്ദി പറയുവാനായി ബലഹീനതയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ ദിവസം ഞങ്ങളുടെ ആയുസ്സിൻ്റെ പുണ്യമാണ്. അപൂർവങ്ങളിൽ അത്യപൂർവമായി മഹാഭിഷേകം പുതുപ്പള്ളി പള്ളിക്ക് ഒരു ചരിത്ര നിയോഗമാണ്. ഈ വലിയ പദവിക്ക് ഞങ്ങളോട് കനിവുണ്ടായ ദൈവത്തെ അളവില്ലാതെ ഞങ്ങൾ സ്തുതിക്കുന്നു. നവമധ്യസ്ഥരുടെ പ്രാർത്ഥനയും വിശിഷ്യ പുതുപ്പള്ളി ദേശത്തിൻ്റെ ചൈതന്യമായ വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ മധ്യസ്ഥതനുമാണ് ഞങ്ങൾക്ക് എന്നും അഭയം. ഇത്രയും പ്രൗഢഗംഭീരവും ആത്മീക നിറവ് നിറഞ്ഞു നിൽക്കുന്നതുമായ ഈ ശുശ്രൂഷ, ഈ ചടങ്ങ് ഏറ്റെടുത്ത് നടത്തിയ പുതുപ്പള്ളി ഇടവകക്കാരോടും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളോടും ഭാരവാഹികളോടും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടുമുള്ള സഭയുടെ അകമഴിഞ്ഞ നന്ദിയും കൃതജ്ഞതയും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇത്രയും സുദീർഘമായിട്ടുള്ള ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ പലപ്പോഴും ശുശ്രൂഷ മധ്യേ പലരും രോഗികളായി തീരാറും മോഹാത്സ്യപ്പെടാറും ഒക്കെ ഉണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. കാരണം ഈ വിശുദ്ധ മദ്ബഹ പോലും ശീതീകരിച്ച് എല്ലാവർക്കും വളരെ സുഖമായും സൗകര്യമായും നിൽക്കുവാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് തന്നിരുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഇവിടെയുള്ളതായ ക്രമീകരണങ്ങൾ. ബഹുമാനപ്പെട്ട ജോൺ ചിറത്തലാട്ട് അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും സംഘവും രാപകലില്ലാതെ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഭംഗിയായി ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്ന ഈ മെത്രാൻ വാഴ്ച ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. അതിൽ വേലയെടുത്ത എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും അസിസ്റ്റന്റ് വികാരിമാരായ ബഹുമാനപ്പെട്ട കുര്യൻ ഉതുപ്പ് അച്ഛനോടും ബഹുമാനപ്പെട്ട വർഗീസ് ജേക്കബ് അച്ഛനോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്ലോസോ
മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒരു അധ്യായം ഈ മെത്രാനഭിഷേകം തുടക്കം കുറിച്ചു. ദേശത്തിൻ്റെയും സഭയുടെയും ഹൃദയസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ പുതുപ്പള്ളിപ്പള്ളിയിൽ വെച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഇദംപ്രദമായി നടന്ന 7 പിതാക്കന്മാരുടെ മെത്രാൻ സ്ഥാനാരോഹണം ഒരു നാഴികക്കല്ലായി വിലയിരുത്തും എന്നതിന് സംശയമില്ല. മലങ്കര സഭയുടെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് എന്നും സാക്ഷ്യം വഹിച്ചിട്ടുള്ള പുതുപ്പള്ളിപ്പള്ളിയിൽ സഭയുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രവും കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അവിസ്മരണീയമായ ഒരു സംഭവമാണ്. ഇടവക ഒന്നടങ്കവും സമീപ ഇടവകകളും ഇതിനുവേണ്ടിയുള്ള ആലോചന നടന്ന് വളരെ ഭംഗിയായി ഈ കൃത്യം നിർവഹിക്കാനും ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഗ്രഹമായി തീർക്കുവാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും കൃതജ്ഞതയുമുണ്ട്. പരിശുദ്ധ സഭയെയും പുതുപ്പള്ളിപ്പള്ളിയെയും മാനേജിംഗ് കമ്മിറ്റിയെയും ഇതിനോട് സഹകരിച്ച എല്ലാ ആൾക്കാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു.